ഒരുപാട് പേരുടെ സംശയമാണ് നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് എസ്പെഷ്യലി എബ്രോഡ് ജോലി കിട്ടാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോയെന്നാണ്. കാരണം ഇതിന് വാല്യൂ കുറഞ്ഞു പോകുമോ, റെഗുലർ കോഴ്സിൽ പഠിക്കുന്നവർക്കായിരിക്കും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു ധാരണകളുണ്ട്. സോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമോ ഓൺലൈനായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്ത ഒരാൾക്ക്? ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. കാരണം നോർമലി നമ്മുടെ നാട്ടിൽ റെഗുലറായിട്ട് ചെയ്യുന്ന എഡ്യൂക്കേഷൻ എന്തുമാത്രം സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉണ്ടോ അത് തന്നെ നമുക്ക് നോർമലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുമ്പോഴും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഓൺലൈനായിട്ട് ഡിസ്റ്റൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ എബ്രോഡോ നാട്ടിലോ റെഗുലറായിട്ട് ചെയ്യുന്നാലും പോസിബിൾ ആണ്. ഇപ്പോൾ ജോബിൻ്റെ കാര്യത്തിലായാലും ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു തരത്തിലുള്ള ഇഷ്യൂസ് അവർക്ക് വരത്തില്ല. ഓക്കെ, ഓൺലൈനായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്ത ഒരാൾക്ക് എക്വലൻസി ലഭിക്കുമോ? UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് ഇക്വലൻസിയുടെ ആവശ്യം വരുന്നില്ല. ഇൻ കേസിന് സ്റ്റുഡൻറ്റിന് അത് വേണമെന്നാണെങ്കിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് എന്താണ് ഏജ് ലിമിറ്റ്? ഏജ് ലിമിറ്റ് അങ്ങനെ ഇപ്പോൾ വരുന്നില്ല. ഇപ്പോൾ നോർമലി 18 വയസ്സ് കഴിഞ്ഞ ഒരു ആൾക്ക് നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഏത് കോഴ്സ് വേണോ ചെയ്യാനായിട്ട് പറ്റും. PSC എക്സാമും UPSC എക്സാമും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. നമുക്ക് UGC അപ്രൂവൽസ് ഉള്ള യൂണിവേഴ്സിറ്റിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് PSC UPSC പോലുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് അറിയാൻ സാധിച്ചു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എഡ്യൂവിങ്ങിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ കൺസൾട്ടേഷനും കൗൺസിലിംഗ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.